ഐ ആം സൂപ്പർ സൈക്കോ. സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയ യുവാവ് അയാളെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കേരളത്തിൽ ഇപ്പോൾ പല യുവാക്കളും ഇതുപോലെ സൈക്കോപാത്ത് സ്വഭാവക്കാരായി മാറുന്നു. സ്വന്തം മാതാപിതാക്കൾക്ക് നേരെ കൊലവിളി മുഴക്കുന്നവർ, ജന്മം നൽകിയവരുടെ ജീവനെടുക്കുന്നവർ, അതിൽ മദ്യവും ലഹരിയും ബ്ലാക്ക് മാജിക്കും ഒക്കെ കാരണമാകാം. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ ബ്ലാക്ക് മാജിക് ബന്ധം സംശയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ആലപ്പുഴ കളർകോട് അമ്മയുടെ ആൺ സുഹൃത്തിനെ യുവാവ് കൊലപ്പെടുത്തിയ കേസും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മാതാപിതാക്കളും മക്കളുമായി വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നൊരു കുടുംബം. ആലപ്പുഴ പുന്നപ്രയിലുള്ള ആ വീട്ടിലെ സ്വൈര്യവും സമാധാനവുമെല്ലാം തകർത്തത് അയൽവാസിയായ ദിനേശനാണ്. അമ്മയുമായുള്ള അയാളുടെ സൗഹൃദം മകൻ കിരണിനെ വല്ലാതെ അലോസരപ്പെടുത്തി. അതിൻ്റെ പേരിൽ വീട്ടിൽ കലഹവും പതിവായി. അങ്ങനെയാണ് തൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത തകർത്തയാളെ വകവരുത്താൻ കിരൺ തീരുമാനിച്ചത്. അമ്മയുടെ സുഹൃത്തായ ദിനേശനെ കൊലപ്പെടുത്താൻ വീടിൻ്റെ പിൻഭാഗത്ത് യുവാവ് വൈദ്യുതി കെണിയൊരുക്കി. അതിൽ കുരുങ്ങി ദിനേശൻ മരിച്ചെങ്കിലും സംഭവം കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ്. കേസിൽ പ്രതി കിരണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ മാതാപിതാക്കൾക്കും പങ്കുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ദിനേശിന്റെ മൃതദേഹം കളർകോട് ജംഗ്ഷന് പടിഞ്ഞാറായുള്ള ആളൊഴിഞ്ഞ പാടശേഖരത്തിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വൈദ്യുതാഘാതമേറ്റതാണ് മരണകാരണമെന്ന് കണ്ടെത്തി. പിന്നീട് നടന്ന ദിനേശിന്റെ സംസ്കാരത്തിലടക്കം അയൽവാസിയും പ്രതിയുമായ കിരൺ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ബോഡി കണ്ടെത്തിയിടത്ത് ഷോക്കേൽക്കാൻ സാധ്യതയില്ലെന്ന പോലീസിന്റെയും നാട്ടുകാരുടെയും വിലയിരുത്തലാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത്. കിരണിനെയും അച്ഛൻ കുഞ്ഞുമോനെയും അമ്മ അശ്വമയെയും കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു. അശ്വമയുമായുള്ള ദിനേശിന്റെ ബന്ധമാണ് കൊലപാതകത്തിന്റെ പ്രകോപന കാരണം. കിരണിനൊപ്പം പിതാവ് കുഞ്ഞുമോനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ദിനേശൻ മരിച്ച വിവരം അറിഞ്ഞിട്ടും അശ്വമ്മയും കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ല. ഇലക്ട്രിക് ജോലി ചെയ്യുന്ന കിരൺ വീടിന്റെ പിൻഭാഗത്തൊരുക്കിയ കെണിയിൽ ദിനേശൻ വീഴുകയായിരുന്നു. മരിച്ചെന്നുറപ്പാക്കിയ ശേഷം മൃതദേഹം പാടശേഖരത്തിൽ രാത്രി തന്നെ ഉപേക്ഷിച്ചു. കിരണിനെ വീട്ടിലെത്തിച്ച് പുന്നപ്ര പോലീസ് തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 ആലപ്പുഴ. അടിമുടി നിഗൂഢത നിറഞ്ഞ ജീവിതം. രാത്രി സമയങ്ങളിൽ ചില അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് യാത്ര. ചോദ്യം ചെയ്താൽ പൊട്ടിത്തെറിക്കുന്ന പ്രവണത. അച്ഛനെയും അമ്മയെയും മർദ്ദിക്കുന്നതും പതിവ്. തിരുവനന്തപുരം വെള്ളറടയിലെ ജോസും ഭാര്യയും മകൻ പ്രജിനെ ഭയന്നാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത്. നിങ്ങളെ ഞാൻ സ്വർഗത്തിലെത്തിക്കുമെന്ന് മാതാപിതാക്കൾക്ക് നേരെ ഭീഷണി മുഴക്കും. ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും മുറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം. വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ദുർമന്ത്രവാദ സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വെള്ളറട സ്വദേശി ജോസിനെ മകൻ പ്രജിൻ വെട്ടിക്കൊന്നത്. സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രതിയുടെ മൊഴി. എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ദുർമന്ത്രവാദം അടക്കമുള്ളവ സംശയിക്കുകയാണ് കുടുംബം. പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളും മുടിയും ബിംബങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതാണ് ഇയാൾ ദുർമന്ത്രവാദത്തിൽ അകപ്പെട്ടിരുന്നു എന്ന സംശയം ബലപ്പെടാൻ കാരണം.
സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രജിന്റെ ജീവിത രീതിയും ബന്ധങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. പ്രതിയുടെ മൊബൈൽ ഫോൺ വിശദമായി പരിശോധിക്കും. കൊലപാതകത്തിന് 3 ദിവസം മുൻപ് ഇയാൾ ഐഫോൺ ഫോർമാറ്റ് ചെയ്ത് വീട്ടുകാർക്ക് തിരികെ നൽകിയിരുന്നു. നെയ്യാറ്റിൻകര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ചൈനയിലെ വുഹാനിൽ MBBS വിദ്യാർത്ഥിയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. പിന്നീട് സിനിമാ പഠനത്തിനായി എറണാകുളത്ത് പോയി വന്ന ശേഷമാണ് പ്രജിന് മാറ്റങ്ങൾ തുടങ്ങിയതെന്നും കുടുംബം പറയുന്നു. പ്രജിൻ കൂടുതൽ സമയം ചെലവഴിക്കുന്ന വീടിന്റെ 2ാമത്തെ നിലയിൽ മാതാപിതാക്കൾക്ക് പ്രവേശനമില്ലായിരുന്നു. നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ കയ്യാങ്കളി പതിവായതായും കുടുംബം പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഭർത്താവുമായുള്ള പിണക്കം മാറ്റിത്തരാമെന്നും അതിന് പൂജ ചെയ്യാമെന്നും വാഗ്ദാനം. അങ്ങനെ യുവതിയുമായി അടുപ്പം സ്ഥാപിക്കുന്നു. പിന്നീട് മയക്കുമരുന്ന് നൽകി പീഡനം. തൃശൂർ ചാവക്കാടുള്ള യുവതിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് മന്ത്രവാദി ചമഞ്ഞാണ്. പിന്നീട് യുവതിക്ക് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പലതവണ പീഡിപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്ത് പ്രതികൾ പണവും തട്ടിയെടുത്തു. യുവതിയെ മന്ത്രവാദി ചമഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കുകയും 61 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ 2 അംഗ സംഘം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇവർ സമാനമായ രീതിയിൽ കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. ഭർത്താവുമായുള്ള പ്രശ്നം മന്ത്രവാദത്തിലൂടെ പരിഹരിക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചതും 61 ലക്ഷം രൂപ തട്ടിയെടുത്തതും. കേസിൽ മലപ്പുറം മാറഞ്ചേരി സ്വദേശി താജുദ്ദീൻ, ഇയാളുടെ സഹായി വടക്കേക്കാട് നായരങ്ങാടി സ്വദേശി ഷക്കീർ എന്നിവർ പിടിയിലായി. യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ പദ്ധതിയിട്ട പ്രതികൾ തലവേദനയ്ക്കുള്ള മരുന്നെന്ന വ്യാജേനെ വീട്ടിലെത്തി ഗുളിക നൽകുകയായിരുന്നു. ഇത് കഴിച്ചതോടെ ബോധം നഷ്ടമായ യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രതികൾ പകർത്തുകയും തുടർന്ന് ഭീഷണി ആരംഭിക്കുകയും ചെയ്തു. ഭർത്താവിനെയും വീട്ടുകാരെയും ഈ ചിത്രങ്ങൾ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചത്. തുടർന്ന് 1 ലക്ഷം കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് പ്രതി താജുദ്ദീൻ യുവതിക്ക് പ്രേതബാധയുണ്ടെന്ന് കബളിപ്പിച്ച് പലതവണ പീഡിപ്പിച്ചു. ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷമായിരുന്നു പീഡനം. ഇതിന്റെയും ദൃശ്യങ്ങൾ പകർത്തി വീണ്ടും പീഡിപ്പിക്കുകയും 60 ലക്ഷം രൂപ തട്ടുകയും ചെയ്തു. തുടർന്ന് യുവതിയുടെ പരാതിയിൽ ചാവക്കാട് പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത്. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. സബ് ഇൻസ്പെക്ടർ TC അനുരാജ്, വിഷ്ണു S നായർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് V നാഥ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, പ്രദീപ്, രജിത്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ. ആലപ്പുഴ ജില്ലയിൽ ഗുണ്ടാ വിളയാട്ടം ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. അർത്തുങ്കൽ ചള്ളിയിലുള്ള ബാറിൽ രാത്രി മുഖംമൂടി ധരിച്ച് ഒരു സംഘം എത്തുന്നു. കയ്യിൽ വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ. പിന്നാലെ കൗണ്ടർ അടിച്ചു തകർത്ത് ഭീതി പരത്തി. ആളുകൾ ചിതറിയോടിയ തക്കത്തിന് ബാറിൽ നിന്ന് മുന്തിയ ഇനം മദ്യവും മോഷ്ടിച്ചു. ബാറിന് പുറത്തിറങ്ങിയ അക്രമികൾ പുറത്ത് നാട്ടുകാർക്ക് നേരെയും കൊലവിളി മുടക്കി. അർത്തുങ്കലിലെ കാസ എന്ന ബാർ അടിച്ചു തകർത്തത് കൊട്ടേഷൻ സംഘമെന്നാണ് വിവരം. കേസിൽ ഒരാളെ അർത്തുങ്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രണ്ട് ഇരുചക്ര വാഹനങ്ങളിലായി എത്തിയ 4 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ബാറിനകത്തേക്ക് കൊടുവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് ഇവർ പ്രവേശിച്ചത്. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം.
ആയുധങ്ങളുമായി എത്തിയവരെ കണ്ട ജീവനക്കാരും ബാറിലെത്തിയവരും ഭയന്നോടുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. മുണ്ട് ധരിച്ച ഒരാൾ ഉൾപ്പെടെ 2 പേരാണ് ആദ്യം അകത്ത് കയറിയത്. മുഖം മഫ്ലർ കൊണ്ട് മറച്ച ഇരുവരും റൂമിലുള്ളവരെ പുറത്തിറക്കിയ ശേഷം കൗണ്ടർ അടിച്ചു തകർക്കുകയായിരുന്നു. ക്യാഷ് കൗണ്ടർ തകർത്ത് പണം അപഹരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് അലമാരകളിൽ നിന്ന് മുന്തിയ ഇനം മദ്യവും ഇവർ മോഷ്ടിച്ചു. ജീവനക്കാരന്റെ മൊബൈലും ഇവർ കൈക്കലാക്കി. 1.5 ലക്ഷം രൂപയുടെ മദ്യവും മറ്റ് നാശനഷ്ടങ്ങളും ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് ബാർ ഉടമ സ്വാമിനാഥൻ പറഞ്ഞു. മോഷണമാണ് ലക്ഷ്യമെന്നാണ് കരുതുന്നത്. സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണു പോലീസ് പിടിയിലായി. ഇയാൾ സംഘത്തിലുണ്ടായിരുന്നതായി ഏറെക്കുറെ പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. അക്രമത്തിനിടയിൽ കയ്യിലിരുന്ന ആയുധം കൊണ്ട് സംഘത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. രക്തം വീണ ഭാഗങ്ങളിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി. സംഘത്തിൽ കാപ്പ കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യവിരുദ്ധ സംഘമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഇൻസ്റ്റഗ്രാമിൽ പല കെണികളും ഒരുക്കി ലഹരി മാഫിയയും സെക്സ് റാക്കറ്റ് സംഘങ്ങളും കാത്തിരിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. മലപ്പുറം ചങ്ങരംകുളം സ്വദേശിനിയായ 15-കാരിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് ചതിക്കുഴിയൊരുക്കി. പിന്നാലെ പ്രണയം നടിച്ച് വശീകരിച്ചു. അങ്ങനെ പെൺകുട്ടിയെ ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ലഹരി നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തു. 2023 സെപ്റ്റംബറിൽ നടന്ന സംഭവം 1.25 വർഷത്തിന് ശേഷമാണ് പുറത്തു വന്നത്. കേസിൽ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി സ്വദേശി അജ്മൽ, ചങ്ങരംകുളം സ്വദേശി ഷാബിൽ എന്നിവരെ ചങ്ങരംകുളം പോലീസാണ് പിടികൂടിയത്. സെപ്റ്റംബറിലാണ് സംഭവം. കോഴിക്കോട് സ്വദേശിനിയായ 15-കാരിയെ പെരിങ്ങോട് സ്വദേശിയായ അജ്മൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. പിന്നീട് പെരിങ്ങോടുള്ള അജ്മലിന്റെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി മയക്കിയതിനു ശേഷം ബലാത്സംഗം ചെയ്തു. ഇയാളുടെ സുഹൃത്തായ ആലംകോട് സ്വദേശി ഷാബിലും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. പിന്നീട് വീട്ടിലെത്തിയ പെൺകുട്ടിയെ അസ്വാഭാവികമായ പെരുമാറ്റത്തെ തുടർന്ന് മഹിളാ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 വർഷത്തിന് ശേഷം നടന്ന കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് ചൈൽഡ് ലൈനിന് നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. ചാലിശ്ശേരി പെരിങ്ങോട് സ്വദേശി 23 വയസ്സുള്ള അജ്മൽ, ചങ്ങരംകുളം ആലംകോട് സ്വദേശി 22 വയസ്സുള്ള ഷാബിൽ എന്നിവരെ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ചങ്ങരംകുളം പോലീസും ചേർന്ന് പിടികൂടി. പിടിയിലായ പ്രതികൾ സ്ഥിരം ലഹരി ഉപഭോക്താക്കളും മറ്റു പല കുറ്റകൃത്യങ്ങളിലും ഉൾപ്പെട്ടവരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. പകുതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ കേസിലെ പ്രതി അനന്തുവിൻ്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരുന്നുണ്ട്. തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം അനന്തകൃഷ്ണൻ ചിലവഴിച്ചത് ആഡംബര ജീവിതത്തിനാണ്. സ്വന്തം കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിൻ്റെ അക്കൗണ്ട് മറയാക്കിയായിരുന്നു തട്ടിപ്പ്. ഇതിനിടെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും അനന്തുവിനെതിരെ പരാതി പ്രളയമാണ്. അതേസമയം പാതിവില തട്ടിപ്പ് കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവും പുറത്തിറങ്ങി. തനിക്ക് ജീവന് ഭീഷണി ഉണ്ടെന്ന് അനന്തകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു. പ്രതിമാസം 8 ലക്ഷം രൂപ ആഡംബര ജീവിതത്തിന് മാത്രം, വിമാനയാത്രയ്ക്കും 5 നക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിനുമായാണ് പണം ചെലവഴിച്ചത്. സ്വന്തം കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷമാണ് പണം ചെലവിട്ടത്.
ഡിസംബർ 1-നും 31-നുമിടയിൽ അനന്തകൃഷ്ണൻ വിമാനയാത്രയ്ക്കായി മാത്രം ചെലവാക്കിയത് 3,38,137 രൂപയാണ്. 6 തവണയാണ് ഡൽഹിക്കും കൊച്ചിക്കുമിടയിൽ അനന്തു യാത്ര ചെയ്തത്. ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഡൽഹിയിലേക്കുള്ള യാത്രകളിൽ ഒപ്പമുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഡൽഹിയിലെ താമസമത്രയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ. ആകെ ചെലവായത് 3,66,183 രൂപ. ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ മാത്രം ഒരു ദിവസം 1,97,000 രൂപ. 21 അക്കൗണ്ടുകൾ അനന്തു കൈകാര്യം ചെയ്തിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവിധ ജില്ലകളിൽ നിന്ന് തട്ടിപ്പിനിരയായ നിരവധി പേരുടെ പരാതികളാണ് പോലീസിലെത്തുന്നത്. കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് നഷ്ടമായത് 58 ലക്ഷം രൂപ. പണം നഷ്ടമായത് 139 പേർക്ക്. സൊസൈറ്റി ഡയറക്ടർ ഫാദർ പോൾ തോമസ് പോലീസിൽ പരാതി നൽകി. പെരിന്തൽമണ്ണ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ വിശദീകരണവുമായി സൊസൈറ്റി രംഗത്തെത്തി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെയും ആനന്ദ് കുമാറിന്റെയും വിശ്വാസ്യതയിലാണ് പണം നൽകിയതും തട്ടിപ്പിൽ കുടുങ്ങിയതും. 34 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടാനുണ്ടെന്നും സൊസൈറ്റി പറയുന്നു. അതേസമയം ഉന്നതർ ഉൾപ്പെട്ട കേസാണെന്നും തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നും അനന്തകൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു. മാത്യു കുഴൽനാടൻ MLA പണം വാങ്ങിയിട്ടില്ലെന്നും ഇയാൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അനന്തുവിന്റെ ജാമ്യാപേക്ഷ കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിലും പരാതി പ്രളയമാണ്. ഇതുവരെയും 97 പരാതികളാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുള്ളത്. പാതിവില തട്ടിപ്പിൽ മലപ്പുറം, പൊന്നാനി, മാറഞ്ചേരിയിലും പരാതികൾ ഉയരുകയാണ്. മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പർ കൂടിയായ ബക്കറുടെ നേതൃത്വത്തിലുള്ള ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് ആക്ഷേപങ്ങൾ. ന്യൂസ് 18 കൊച്ചി. കാക്കിയിട്ടാൽ ഈ നാട്ടിലെ നിയമമൊന്നും ബാധകമല്ലെന്ന് കരുതുന്ന ചില പോലീസുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. വ്യക്തിപരമായ ആവശ്യത്തിന് സർക്കാർ ചിലവിൽ യാത്ര, അതും പോരാഞ്ഞിട്ട് മദ്യപിച്ചുള്ള ഡ്രൈവിങ്ങും. ആലപ്പുഴയിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിലായത് പോലീസ് ജീപ്പിൽ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ കുഞ്ഞുമായി യാത്ര ചെയ്യുമ്പോഴാണ്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP B. അനിൽകുമാറിനെ അരൂർ പോലീസാണ് പിടികൂടിയത്. DYSPക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. എറണാകുളത്ത് നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു DYSP അനിൽകുമാർ. കുമ്പളത്ത് വെച്ച ബോണറ്റ് തുറന്ന് പരിശോധിക്കുന്നതിനായി DYSP ജീപ്പ് നിർത്തി. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ അനിൽകുമാറിന്റെ ശരീരഭാഷയിൽ തന്നെ മദ്യപിച്ചിരുന്നുവെന്ന് വ്യക്തമായിരുന്നു. നാട്ടുകാർ ശ്രദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഇയാൾ ആദ്യം എരമല്ലൂർ ദിശയിലേക്ക് പോയെങ്കിലും പിന്നീട് എറണാകുളം ഭാഗത്തേക്ക് തന്നെ വാഹനം തിരിച്ചു. ഇതിനിടയിൽ അപകടകരമായ രീതിയിൽ പോലീസ് ജീപ്പ് സഞ്ചരിക്കുന്നതായി കുമ്പളം, അരൂർ സ്റ്റേഷനുകളിലേക്ക് വിവരം ലഭിച്ചു. തുടർന്നാണ് അരൂർ പോലീസ് DYSPയെ കസ്റ്റഡിയിലെടുക്കുന്നതും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതിനുമാണ് കേസ്. DYSPക്കെതിരെ ഔദ്യോഗിക തലത്തിലും നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ഡിപ്പാർട്ട്മെന്റ് പരിപാടിയിൽ പങ്കെടുക്കാനായാണ് ജീപ്പുമായി എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. 8 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കളമശ്ശേരി സ്ഫോടന കേസിൽ പല ദുരൂഹതകളും ഇപ്പോഴുമുണ്ട്. പ്രതി ഡൊമിനിക് മാർട്ടിൻ എന്തിനാണ് കൂട്ടക്കുരുതി നടത്തിയത്? അയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിലെ പ്രതി ഡൊമിനിക് മാർട്ടിൻ ബോംബുണ്ടാക്കിയ രീതി
വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ബോംബുണ്ടാക്കിയതിൻ്റെ ചിത്രങ്ങളടക്കം പ്രതി വിദേശ നമ്പറിലേക്ക് അയച്ചതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇതേ തുടർന്ന് ഡൊമിനിക് മാർട്ടിൻ്റെ വിദേശ ബന്ധങ്ങളിൽ ഇന്റർപോളിൻ്റെ സഹായത്തോടെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയത്. ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുക. ഡൊമിനിക് മാർട്ടിൻ 10 വർഷത്തോളം ദുബായിലായിരുന്നു. ഇവിടെ വെച്ച് ഇയാൾക്ക് ബോംബുണ്ടാക്കാൻ സഹായം ലഭിച്ചിരിക്കാമെന്ന് അന്വേഷണ സംഘം സംശയിച്ചിരുന്നു. UAE-യിൽ അന്വേഷണം നടത്താൻ നിയമപരമായി സാധ്യമല്ലാത്തതിനാലാണ് ഇന്റർപോളിന്റെ സഹായം തേടിയത്. ഇയാൾ ദൃശ്യമയച്ചത് സുഹൃത്തിന്റെ നമ്പറിലേക്കാണ് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തലെങ്കിലും നമ്പറിന്റെ ഉടമയെ കണ്ടെത്താനായിട്ടില്ല. ഇന്റർപോൾ സഹായത്തോടെ അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ നമ്പറിന്റെ ഉടമയ്ക്ക് സ്ഫോടനവുമായി ബന്ധമുണ്ടെങ്കിൽ കേസിൽ പ്രതി ചേർക്കും. 2023 ഒക്ടോബർ 29 രാവിലെയാണ് യഹോവ സാക്ഷികളുടെ സമ്മേളനം നടന്ന കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ അന്ന് 8 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 കൊച്ചി. സമീപകാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് പറവൂർ ചേന്നമംഗലം കൂട്ടക്കൊലക്കേസ്. ഇക്കഴിഞ്ഞ ജനുവരി 18-നാണ് 3 പേരെ അയൽവാസിയായ യുവാവ് ക്രൂരമായി വെട്ടിക്കൊന്നത്. കേസിൽ 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. ഈ മാസം 15-ന് കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രതി ഋതുവാണ് കേസിലെ ഏക പ്രതി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിക്കും. പറവൂർ ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. നാടിനെ നടുക്കിയ സംഭവം നടന്ന 30 ദിവസം പിന്നിടുമ്പോഴാണ് പറവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കേസിൽ ഋതു ജയനാണ് ഏക പ്രതി. ഈ മാസം 15-ന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കൊലപാതകം നേരിട്ട് കണ്ട കുട്ടികളുടെ മൊഴിയും രേഖപ്പെടുത്തി. ജനുവരി 18-നാണ് ചേന്നമംഗലത്ത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പേരപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെ അയൽവാസിയായ ഋതു വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. ഇയാളുടെ ആക്രമണത്തിൽ വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഇയാളെ അറസ്റ്റും ചെയ്തിരുന്നു. ആക്രമണം നടക്കുന്ന സമയത്ത് ഋതു മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തിയല്ല ഇയാളെന്നും പരിശോധനയിൽ കണ്ടെത്തി. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ ആശുപത്രി റിപ്പോർട്ടും കുറ്റപത്രത്തിനോടൊപ്പം സമർപ്പിക്കും. മൊഴി നൽകുവാനുള്ള സാഹചര്യമില്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ളൊരു നടപടി. ന്യൂസ് 18 കൊച്ചി. മക്കളെക്കുറിച്ചോർത്ത് സ്വന്തം വീട്ടിൽ ഭീതിയോടെ ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ. മദ്യവും ലഹരിയും ഈ തലമുറയെ അക്രമികളും കൊലയാളികളുമാക്കി മാറ്റുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യലഹരിയിലാണ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശിനി സീനത്തിനെ ആക്രമിച്ച കേസിൽ മകൻ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം മുൻപ് പിതാവ് ജലീലിനെയും മുഹമ്മദ് ആക്രമിച്ചിരുന്നു. ഇതുപോലുള്ള അക്രമികളെ അഴിഞ്ഞാടാൻ വിടുന്നത് വീട്ടിൽ മാത്രമല്ല നാടിനും ഭീഷണിയാണ്.
ഇനി അവരെ പുറത്തിറങ്ങാൻ പോലും പോലീസ് അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് ഓർഡർ പൂർണ്ണമാകുന്നു. നമസ്കാരം.